ഷീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഒരു പൗഡർ കൊണ്ട് ഞാനൊരു പൗഡർ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഒരു പൗഡർ കൊണ്ട് ക്ലീൻ ആയിട്ട് ബാത്റൂമും ടൈൽസും ഒക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു കിടിലം വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ നമുക്ക് അധികം താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഈ ജാറിലോട്ടാണ് ഞാൻ ഇനി കുറച്ച് സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് തേയിലപ്പൊടിയാണ് എടുക്കുന്നത്. കുറച്ച് തേയിലപ്പൊടി, പിന്നെ അതിലോട്ട് ഞാൻ കല്ലുപ്പാണ് ഇടാൻ പോകുന്നത്. കല്ലുപ്പാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കല്ലുപ്പ് കുറച്ച് കൂടുതൽ ഇട്ടോണം തേയിലപ്പൊടിയേക്കാളും. കുറച്ച് കല്ലുപ്പ്. പിന്നീട് നമുക്ക് ഇത് ഇത്ര ആദ്യം ഒന്ന് പൊടിച്ചെടുത്തിട്ട് പിന്നീട് നമുക്ക് ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ലിക്വിഡോ ലിക്വിഡ് ഡിറ്റർജന്റോ എന്തെങ്കിലും നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ആദ്യം ഒന്ന് ഞാൻ പൊടിച്ചെടുക്കാം. അപ്പൊ ഞാൻ ദാ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് ഞാൻ ഈ പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കണേ. നമുക്ക് എത്രത്തോളം ക്ലീനിങ്ങിന് ആവശ്യം അതിനനുസരിച്ചിട്ട് ഈ തേയിലപ്പൊടിയും ഉപ്പും നിങ്ങൾ അളവ് കൂട്ടി കൊടുക്കണം. പിന്നെ ഇത് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി പൊടിച്ച് വേണമെങ്കിലും നമുക്ക് ഒരു ബോട്ടിലേക്ക് സൂക്ഷിക്കാം. എപ്പോഴും അത് പൊടിച്ചുകൊണ്ടിരിക്കണമെന്നില്ല. നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് ഇതേപോലെ പൊടിച്ചൊരു ബോട്ടിലാക്കി ടൈറ്റായിട്ട് അടച്ചു വെച്ചിരുന്നാൽ മതി. ആവശ്യമുള്ളപ്പോൾ നമുക്കിത് എടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഞാനിപ്പോൾ ഇവിടെ വിമ്മിൻ്റെ ഡിഷ് വാഷ് ലിക്വിഡാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ലിക്വിഡ് ഡിറ്റർജന്റ് ഉണ്ടെങ്കിൽ അതായാലും മതി. ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ സോപ്പ് പൊടി ആയാലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വിമ്മിൻ്റെ കുറച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പൊടി പൊടിച്ച് വെച്ചിട്ട് ആവശ്യം വരുമ്പോഴത്തേക്കും ഇതേപോലെ ലിക്വിഡ് ചേർത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ലിക്വിഡിൻ്റെ ആവശ്യമില്ല. കുറച്ച് ലിക്വിഡ് മതി. ഇതുപോലെ ഒന്ന് നനഞ്ഞു കിട്ടണം, അത്രേ ഉള്ളൂ. ഇത് മതിയാകും. അപ്പോൾ ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. അതിന് മുന്നായിട്ട് ഇപ്പൊ ദാണ്ട ആ ഒരു പൊടിച്ചെടുത്ത ആ ജാറ് കണ്ട എന്ത് പളവളാന്നായിട്ടുണ്ടെന്ന്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ ഇത് എത്രത്തോളം എഫക്റ്റുള്ള ഒരു പൗഡറാണെന്ന്. അപ്പൊ നമുക്കിത് ബാത്റൂമിലും ടൈലിലും ഒക്കെ നമുക്കിത് യൂസ് ചെയ്ത് നോക്കാം. അപ്പൊ എന്താ ഇവിടെ ഈ ടൈലിന്റെ ഇവിടെ ഒക്കെ കുറച്ച് അഴുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം ഇവിടെ കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടി ഒന്ന് യൂസ് ചെയ്യണം. അപ്പൊ ഈ പൊടി ഞാൻ യൂസ് ചെയ്യാനായിട്ട് ഒരു സ്പോഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ സ്പോഞ്ചില് ഇതൊന്ന് തേച്ച് കൊടുക്കണേ. കണ്ട, ഇത് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ആ ഒരു അഴുക്കൊക്കെ മാറിയിട്ടുണ്ട്. ബാക്കിയും കൂടെ തേച്ച് കൊടുക്കും. അടുത്ത് ഞാനിവിടെ ഈ ബാത്റൂമിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ക്ലോസറ്റിലോട്ട്, ഈ ക്ലോസറ്റിലും ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തിട്ട് ഇതൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഒന്ന് ഫ്ലഷ് ചെയ്ത് കളഞ്ഞാൽ മതി. നല്ല ക്ലീൻ ആയിട്ട് കിടക്കും. അപ്പോൾ ഇതിപ്പോ ഞാനൊരു അരമുക്കാൽ മണിക്കൂർ ഇങ്ങനെ ഇട്ടിരുന്നു. ഇനി ഞാനിതൊന്ന് ഫ്ലഷ് ചെയ്ത് കൊടുക്കണേ. ആ ഒരു ചെറിയ ഒരു മഞ്ഞ ഒരു കറ പോലെ ആ ഒരു സൈഡിലുണ്ടായിരുന്നു. എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. തേയിലപ്പൊടിക്ക് ഇങ്ങനെ ഒരു ഗുണമുണ്ട്, കറകളെല്ലാം വലിച്ചെടുത്ത് കളയും. ഇനി ഇതും കൂടെ നമുക്ക് കഴുകിയെടുക്കാം. കണ്ടല്ലോ, ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ആ മഞ്ഞ കറ എല്ലാം കംപ്ലീറ്റ് പോയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ഈ ഒരു പൗഡർ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഇത് രാത്രിയൊക്കെ ഒന്ന് തേച്ചിട്ടിട്ട് രാവിലെ കഴിയുന്ന കുറച്ചുകൂടെ എഫക്റ്റ് ആണ്. നല്ലൊരു ഷൈനിങ്ങും കിട്ടും. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ എന്റെ ഈ കുഞ്ഞി ചാനൽ ഒന്ന് സബ് ചെയ്തിരിക്കണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.